എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാറാകട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ശക്തമായ പ്രതീകമാണ് കർത്താവിന്റെ കരങ്ങൾ. കർത്താവിന്റെ കരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാമാണ് ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് 5 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1. കർത്താവിന്റെ കരങ്ങൾ സംരക്ഷണം നൽകുന്ന കരങ്ങളാണ്. യോഹന്നാൻ 10:28 അനുസരിച്ച്, ഞാൻ അവയ്ക്കു നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. ദൈവത്തിന്റെ കൈകൾ സംരക്ഷണത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഉറവിടമാണെന്നും നമ്മെ മുറുകെ പിടിക്കുകയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നും ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു. 2. കർത്താവിന്റെ കൈ നമ്മെ അനുഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 24:50 പറയുന്നു, അനന്തരം അവൻ അവരെ ബേഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങൾ അനുഗ്രഹത്തിന്റെ ഉറവിടമാണെന്ന് മനസ്സിലാക്കാം. സങ്കീർത്തനങ്ങൾ 18:16 അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങൾ സംരക്ഷണത്തിന്റെയും രക്ഷയുടെയും വിടുതലിന്റെയും ഉറവിടമാണെന്ന് ഈ വാക്യത്തിൽ പറയുകയാണ്. 3. കർത്താവിന്റെ കൈ ധൈര്യം നൽകുന്നു. എബ്രായർ 13:5-6 വാക്യങ്ങളിൽ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കർത്താവിന്റെ കൈകൾ സംരക്ഷണത്തിന്റെയും ശക്തിയുടെയും ഉറപ്പിന്റെയും ധൈര്യത്തിന്റെയും കലവറയാണ് എന്നും അവന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായി എപ്പോഴും നാം ശ്രദ്ധിക്കണമെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 4. കർത്താവിന്റെ കൈ നമ്മെ ആശ്വസിപ്പിക്കുന്ന കൈയാണ്. വെളിപാട് 1:17 അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. കർത്താവിന്റെ കൈകൾ ആശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉറവിടവുമാണ്. 5. കർത്താവിന്റെ കരം രോഗശാന്തി നൽകുന്ന കരങ്ങളാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:40-42 വാക്യങ്ങളിൽ, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠരോഗം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഇങ്ങനെ അനേകർക്ക് യേശുവിന്റെ കൈ സൗഖ്യം നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ പലപ്പോഴും ശക്തിയുടെയും വിടുതലിന്റെയും ഉറവിടമായാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ കരങ്ങൾ രോഗശാന്തിയുടെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമായി ചിത്രീകരിക്കുന്നു. നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ധൈര്യം നൽകുകയും ആശ്വസിപ്പിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യവും പ്രവൃത്തിയും എപ്പോഴും അനുഭവിച്ച് ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.